മോളെ മിനിമോളെ എഴുന്നേക്ക് മോളെ. എത്രയാ പഠിക്കാനുള്ളത്? എന്നിട്ട് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ? മിനിക്കുട്ടി പരീക്ഷ എടുത്തിരിക്കുക. അയ്യോ മമ്മി, രാത്രി കിടന്നപ്പോ ഞാൻ അടുക്കായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ അറിയില്ലായി മമ്മി? പെണ്ണിന്റെ ഓരോ ചോദ്യങ്ങൾ. മോള് പോയി മൂത്രം ഒഴിച്ചിട്ട്. സിന്ധു, കാപ്പി. അയ്യോ, മോള് ബാത്റൂമിൽ പോയിരിക്കോ? അത് കൊള്ളാം. ഇവിടെ ഇരുന്ന് ഉറങ്ങാണോ? മിനി, ഇതാ മൂത്രമൊഴിക്കാൻ കൊണ്ടാക്കിട്ടെ മോള് ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങുന്നു. ആ നിന്റെ അല്ലേ മോള്. ഉറങ്ങാൻ കിടന്നാ പിന്നെ ഇടി വെട്ടിയാ പോലും അറിയാത്ത പാർട്ടിയല്ലേ നീ. പിന്നെ എങ്ങനെ? ഓ പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം. രാത്രിയിൽ ഉറക്കാതിരിക്കുന്നതുകൊണ്ടാ ഞാൻ എഴുന്നേക്കാൻ വൈകുന്നത്. അതറിയാമോ? APPLE ആപ്പിൾ, BOY boy, CAT cat. ഡാഡി, എന്തൊരു തണുപ്പ്. ആര് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. തണുപ്പ് മാറും. ചെയ്തു. ആ 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 3 നന്നായിരിക്കും. നിന്നെ പഠിക്കാൻ ഇരുത്തിട്ട് ഇവിടെ ഒന്ന് സർക്കസ് കാണിക്കാണോ? മാമോളെ വാ മിനിക്കുട്ടി. ഡാഡി പറഞ്ഞിട്ടാ. അവൾക്ക് തണുക്കുമെന്ന്. ഡാഡി ഇങ്ങനെയാണെങ്കിൽ മോള് കുറെ പഠിക്കും. വടി. എന്തോ നീ ഇതൊക്കെ കുറേശ്ശെ ചെയ്ത് പഠിക്കും. ഓ ഇനിയിപ്പോ ഇതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞല്ലോ. ശരീരം നന്നാണെങ്കിൽ മതി ശ്രീമതി. ക്ലാസ്സിൽ എടുത്ത് മോള് റെഡിയായില്ലേ? മോൾ എപ്പോഴേ റെഡി. മോളെ മിനിക്കുട്ടി, സ്കൂളിൽ പോണ്ടേ മോളെ? ഈ പെണ്ണിന് പഠിക്കണമെന്ന് ഒരു വിചാരമില്ല. ഡാഡി ആ മോള് താഴത്തെ പറയ്ക്ക്. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സ്കൂട്ടറിൽ വെക്കേ. ഡാഡി എന്നാ
ഡാഡി ഇലക്ട്രിസിറ്റി ബില്ല് നോട്ട്. ഓ നിന്റെ അല്ലേ മോൾ എങ്ങനെ നന്നാകാനെ? ആരും അത്ര മോശമൊന്നും അല്ലല്ലോ. മോള് കളിക്കും. ആ പിടിച്ചിരുന്നോണം. അതെ ചേട്ടാ Morning, sir. Good morning, sir. Good morning. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ താൻ പോയ സേവിങ്സ് അക്കൗണ്ടിന്റെ ഫയലിംഗ് എടുത്തുണ്ടോ? ഓ ആ അവിടെ എന്തൊക്കെയുണ്ട് സുന്ദരേശ വീട്ടിൽ വിശേഷം? എന്ത് പറയാനാ സാറേ, കാലത്തെ അമ്മായി അമ്മയും മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം. കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിയൂണാണെന്ന് അറിയുമ്പോ അവൾ എന്നെ ഡൈവേഴ്സ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആഫീസറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ? ആ താൻ ഒരു കാര്യം ചെയ്യും. ഓ ആ ഷേണായോട് പോയി കൗണ്ടർ തുറക്കാൻ പറ. ശരി. രാജു, തുഷാർ. I was waiting for you under the jackpot tree. എന്താണ് ശരി മൈൻഡിലാണ്? ഏത്തപ്പണിക്കണി കണ്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. എന്റെ പൊന്ന് സുന്ദരൊക്കെ നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ? പോകാവിടോ. ഇതൊക്കെ ഈ വീഡിയോ കൊണ്ട് മാറിയപ്പോടെ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്ക് അവിടെ കെട്ടണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? മാനേജരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പൊറപ്പിക്കുന്നില്ല. ഇനി പ്യൂണാണെന്നും കൂടി അറിഞ്ഞാലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും. എങ്ങനെയുണ്ടോ? ഉഗ്ര. പാപ്പോ എങ്ങോട്ടാ? കൂട്ടിയിട്ട് വേണോ? മാനേജരോട് കളിക്കുന്ന സന്തോ സന്ദേ സന്താനമല്ലേ?
ഇന്ന് ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് വല്ലാത്ത ക്ഷീണം. ആ. ഹോ, അവൻ വന്നിറങ്ങി അവളുടെ കയ്യും കാലങ്ങളും തുള്ളാൻ തുടങ്ങി. ആ പിന്നെ നിങ്ങൾക്ക് വെച്ചോളുമ്പോ തരാം. എടീ, ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയമ്മ. ഐ ആം സന്താനവല്ലി BSc. അത് ഓർമ്മ വേണം. ഓ, ഒരു ചന്ദാനവല്ലി. എന്താ ഇത് നോൺസെൻസ്. ഓഫീസിലാണ് 100 കൂട്ടം പ്രോബ്ലംസാ. വീട്ടിലെങ്കിലും എനിക്ക് തലയ്ക്ക് വെളിവ് വന്നില്ല. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നോയിക്കോ. നേരം വെളുത്തേനും ഒന്നും കഴിച്ചില്ല. വിശന്ന് വയറ് പൊരിയുന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? ആ തലയോട് ചോദിക്കും. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ തള്ളേ? വെച്ചു. ആര് വെച്ചു? എങ്ങനെ വെച്ചോ? ഒന്നും വേണ്ടെന്ന് വെച്ചു. പച്ച കള്ള തള്ള വെച്ച് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. എടീ, ഞാനോ? ഇവിടെ സെൽഫും ഇല്ല, അലമാരിയും ഇല്ല. എടാ, ഇവളാണ് പച്ച കള്ളം പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടേ? ഉള്ളതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വയറുമുറിപ്പിച്ച് നടക്കുന്നു. പിന്നെ നിന്റെ തിരുമുമ്പി കൊള്ളുന്ന വിളമ്പിത്തരാടി. എന്നെ എടിപൊടിന്ന് വിളിക്കരുത്. അയാൾ സന്താനവല്ലി BSc. അയ്യോ, തമ്പുരാട്ടിന്ന് വിളിക്കാം. മതിയോ? അയ്യോ അമ്മേ, തമ്പുരാട്ടിന്നോ രാജകുമാരിന്നോ എന്ത് വേണേലും വിളിച്ചോ. കൂടെ BSc എന്ന് ചേർത്താ മതി. അവക്ക് ഒരു പരാതിയുമില്ല. അല്ലേ സ്വന്തം? അവളുടെ ഒരു അഴിഞ്ഞാട്ടം കണ്ടില്ലേ? വലിയ BSc. മൈ ഗോഡ്, മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങളുടെ ഈ തള്ളുണ്ടല്ലോ, യാതൊരു കൾച്ചറും ഇല്ലാത്തവരാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സന്തോഷം, ഞാൻ പറയുന്നതൊക്കെ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ അമ്മ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കും. വാ. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളു. നിനക്ക് ഞാൻ തന്തൂരി ചിക്കൻ, ചിക്കൻ ഫ്രൈ, മട്ടൻ സൂപ്പ്, നാൻ ഇതെല്ലാം വാങ്ങിച്ചു തരാം. ആ തള്ള ഭദ്രകാളി അറിയരുത് കേട്ടോ. അപ്പൊ ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്ത് ചെയ്യും? ഭാര്യ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മഹാഭാവി, അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതിയടാ. പെറ്റ തള്ളയ്ക്ക് ഒന്നും വാങ്ങിച്ചു തരരുത് കേട്ടോ. പിന്നെ തുടങ്ങിയോ? ചുമ്മാ അല്ല എന്റെ അച്ഛൻ കാശിക്ക് പോയത്. നിന്റെ തലവട്ടം കണ്ടപ്പോഴേ പോയതാടാ. ഈ തള്ള ഗുണം പിടിക്കത്തില്ല. പെണ്ണിന്റെ വാക്ക് കേൾക്കരുത്, നീ പെരുവഴിയായി പോവും. അതല്ലേ അമ്മയോട് ചോദിക്കാതെ ഇറങ്ങി പോകുന്നത്. എന്റെ അച്ഛൻ ഭാഗ്യവാൻ. ഈ കുന്ത്രാടത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ